ഏ ബുള്ളറ്റ് നമുക്ക് തന്നെ, നമ്മുടെ ബുള്ളറ്റ് നമ്മളെ തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ നറുക്കെടുപ്പിലേക്ക് പോണ്. എന്തോരാൾക്കാരെന്ന് അറിയോ, പുറത്ത് വെച്ച് കാണുമ്പോൾ ആളുകൾക്ക് ഇതേ ചോദിക്കാനുള്ളൂ. എനിക്ക് വളരെ സന്തോഷം. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നോടുള്ളൊരു വിശ്വാസം കൂടി ഉണ്ടല്ലോ, പിന്നെ ആ സ്പിരിറ്റിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അർജന്റീന ജയിക്കായിരുന്നെങ്കിൽ ഞാൻ ആ ബുള്ളറ്റ് കൊടുക്കുമായിരുന്നു, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? ഇപ്പം അർജന്റീന തോറ്റു. അപ്പോൾ അർജന്റീന തോൽക്കുമെന്നും സ്പെയിൻ ജയിക്കുമെന്നും എഴുതുന്ന ആളുകൾക്കാണ് നമ്മളിനി സമ്മാനം 10,000 രൂപയുള്ളൂ. വലിയ തുക ഒന്നും വെക്കാത്ത, എന്താ വെച്ചാൽ അത് പിന്നീട് ഇൻകം ടാക്സിൻ്റെ ഇതൊക്കെ ആവും തോന്നുന്നു അല്ലേ. അപ്പോൾ അതിന് 10,000 രൂപ ഒരു സന്തോഷത്തിന് തരണം കേട്ടോ. ഇത്രയും കമൻറ്റുകളുണ്ട്, ഒരു 2.5 ലക്ഷം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അത് മൊത്തം എടുത്തിട്ട് ആ കളിക്ക് മുമ്പ് അവർ മൊത്തം എടുത്തിട്ട് ഒരു എക്സൽ ഷീറ്റിലേക്ക് മാറ്റിയിട്ട്, എന്ത് ഷീറ്റാണത്? എക്സൽ ഷീറ്റിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്യും. എത്രണ്ണം? 10 ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും 10 വെച്ച് പിക്ക് ചെയ്തിട്ട്, എന്നിട്ട് അതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ആരാണോ അയാളെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 5,000 കൊടുത്ത പോലെ ആളെ വിളിക്കുന്നു, ആൾക്ക് പിന്നെ നേരെ പൈസ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ പ്രോസസ്സും മൊത്തം ഷൂട്ട് ചെയ്തു. റംഷാദ് അമൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ്. റംഷാദ് അമൻ, റംഷാദ് അമൻ. ഇയാളെ പ്രൊഫൈലിൽ ഫോൺ നമ്പർ ഉണ്ട്. ഹലോ റംഷാദ്. അഭിഷാദാണ്, അഭിഷാദ്, ഗുരുവായൂർ. കമന്റ് ഇട്ടിരുന്നു നിങ്ങള്? അർജന്റീന സ്പെയിനിന്റെ കമന്റ് ഇട്ടിരുന്നോ? എത്ര ഇട്ടത്? ആ 1.0. 2.25 ലക്ഷം പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. 2.25 ലക്ഷം പേര്. താങ്കളാണ് വിജയിച്ചത്. 10,000 രൂപ. വീഡിയോ കോൾ ചെയ്യാൻ പറ്റും? വീഡിയോ കോള് ക്ലാസ് എടുത്തോണ്ടിരിക്കുക. എന്താ പരിപാടി? ഇത് പാട്ടുകാരനാ? ഓഹോ, ഹായ്. ഞാൻ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഇപ്പം അയക്കട്ടാ 10,000 റുപ്പീസ്. അപ്പോൾ 10,000 അയച്ചു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സ്പെയിൻ, എനിക്ക് എൻ്റെ ബുള്ളറ്റ് തിരിച്ചു തന്നതിന്.